നമസ്കാരം, ഞാൻ നഹാസം നിസ്താർ, കൗൺസിലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നു. ഒരു ചെറിയ കാര്യം, സ്കില്ലും ആറ്റിറ്റ്യൂഡും നാം തിരിച്ചറിയണം. ഒരു വ്യക്തിയുടെ വളർച്ചയിലും വിജയത്തിലും അനിവാര്യമായതാണ് ഇവ രണ്ടും. എന്താണ് ആറ്റിറ്റ്യൂഡ്? ഓരോ വ്യക്തിയും തൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും ജീവിതക്രമങ്ങളിൽ നിന്നും ലഭിക്കുന്ന അറിവുകളിൽ നിന്ന് തൻ്റെ മാനസിക നിലപാടുകൾ തയ്യാറാക്കുന്നതാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എങ്കിൽ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ വ്യക്തിക്കും ജന്മനാ ലഭിക്കുന്നതോ അതല്ലെങ്കിൽ പരിശീലനത്തിലൂടെ നേടിയെടുക്കുന്നതോയായ ജന്മവാസനയാണ് സ്കിൽ എന്നത്. ഇത് 80% ജന്മനാ ലഭിക്കുന്നതാണ്. എങ്കിൽ 20% പരിശീലനത്തിലൂടെ നേടിയെടുക്കുന്നതാണ്. നാം ഇവ രണ്ടും തിരിച്ചറിഞ്ഞിരിക്കണം. കാരണം ആറ്റിറ്റ്യൂഡും സ്കില്ലും കൂടിച്ചേരുമ്പോഴാണ് ഒരു വ്യക്തിയുടെ വിജയവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വളർച്ചയും തിരിച്ചറിയുന്നത്, അതിൽ എത്തിപ്പെടുന്നത്. അതിനുവേണ്ടി നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ആറ്റിറ്റ്യൂഡ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുമുണ്ട്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുമുണ്ട്. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിനോടൊപ്പം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും നാം തിരിച്ചറിഞ്ഞിരിക്കണം. കാരണം നെഗറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡും സ്കില്ലും കൂടിച്ചേരുമ്പോൾ അത് നമുക്ക് ലഭിക്കുന്നത് ക്രിമിനോളജിയാണ് വളരുന്നത്, അഥവാ ദുസ്വഭാവങ്ങൾ. മറ്റുള്ളവരെ ഇകഴ്ത്തി സംസാരിക്കുക, എന്ത് കണ്ടാലും അതിൽ നെഗറ്റീവുകൾ കാണുക, അതുപോലെ തന്നെ മറ്റുള്ളവരെക്കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുക, തെറ്റായ ദിശയിലേക്ക് നീങ്ങുക. ഇതാണ് നെഗറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡും പ്ലസ് സ്കില്ലും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം പോസിറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡും സ്കില്ലും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അവിടെ വരുന്നത് ക്രിയേറ്റിവിറ്റിയാണ്. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ആശയങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ, നല്ല വളർച്ച, നല്ല ചിന്തകൾ, ഇവയാണ് വളർന്നു വരുന്നത്. അതുകൊണ്ട് പോസിറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡാണ് നാം വളർത്തിക്കൊണ്ടുവരേണ്ടത്. നമ്മളടുത്ത് നെഗറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അത് പരിശീലനത്തോടെ അത് ഇല്ലാതെയാക്കുകയും പോസിറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡും പ്ലസ് നമ്മുടെ കഴിവും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് നല്ല ഒരു വ്യക്തിത്വമായിട്ടും നല്ല ഒരു സ്കില്ലും നമ്മളടുത്ത് വളർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ മക്കളിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളിലാണെങ്കിലും നാം ഉണ്ടാക്കിയെടുക്കുക. ഒരു നല്ല ദിനം ആശംസിക്കുന്നു. എല്ലാവർക്കും ബൈ.